പറഞ്ഞെന്താ ഖുതുബയിലെ രണ്ടാം ബാങ്ക് അത് മക്കത്തിലെ മദീനത്തിലെ ഉപരിക്ക് മക്കത്തും മദീനത്തും ആകെ കണ്ടത് രണ്ടാം ഭാഗ് മാത്രമേ ഉള്ളൂ. ഒന്ന് മക്കയും മദീനയും നോക്കിയിട്ടല്ല ദീന് പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും. മക്കത്ത് ഇപ്പോൾ നിങ്ങൾ പോയിട്ട് കൂട്ടുപ്രാർത്ഥന കണ്ടോ? ഇപ്പം ഹജ്ജ് കഴിഞ്ഞ് വന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവിടെ കൂട്ടുപ്രാർത്ഥന ഉണ്ടോ? അതെന്താ ഇവിടെ പറയാത്തത്? സുബൈക്ക് കുനൂത്തുണ്ടോ? അതെന്താ പറയാത്തത്? അപ്പം ചിലത് മാത്രം മക്കത്ത്, ചിലത് മാത്രം മുക്കത്ത് പറ്റൂലല്ലോ. അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ ഒക്കെ മക്കത്തേക്ക് പോകണം. ബാങ്കിൻ്റെ വിഷയത്തിൽ ഖുതുബയ്ക്ക് 2 ബാങ്ക് അത് മുജാഹിദുകൾ ചെയ്യുന്നില്ല, ഞങ്ങൾ സ്വഹാബത്തിൻ്റെ മാർഗത്തിലാണ് എന്നാ ഞാൻ പറയട്ടെ, നിങ്ങൾ സ്വഹാബത്തിൻ്റെ മാർഗത്തിലും അല്ല, ആ വിഷയത്തിലും നിങ്ങൾ സ്വഹാബത്തിൻ്റെ മാർഗത്തിന് പുറത്താ. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നില്ല, ഷാഫി പറയട്ടെ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അൽ ജുസ്ഉൽ അവ്വൽ 1-ാം വാള്യം വഖ്തുൽ അദാനി ലിൽ ജുമുഅ, ജുമുഅക്ക് ബാങ്കിന്റെ സമയം എന്ന അധ്യായത്തിൽ ഇമാം ഷാഫി വിശദീകരിക്കുന്നു. കേട്ടോളൂ. ഖാല ശാഫിഈ വഉഹിബ്ബു അൻ യുഅദ്ദന വാഹിദുൻ ഇദാ കാന അലൽ മിംബരി ലാ ജമാഅത മുഅദ്ദിനൈൻ. أخبرنا الربيع قال أخبرنا الشافعي قال أخبرني الثقة عن الزهري عن السائب بن يزيد أن الأذان كان أوله للجمعة حين يجلس الإمام على المنبر على عهد رسول الله صلى الله عليه وسلم. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ബാങ്ക് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് എപ്പോ? ഇമാം മിമ്പറിൽ ഇരിക്കുമ്പോൾ. അബൂബക്കർ, അബൂബക്കറിന്റെ കാലത്തും ഉമറിന്റെ കാലത്തും. ഫലമ്മാ കാനത്ത് ഖിലാഫത്ത് ഉസ്മാൻ, ഉസ്മാനിന്റെ കാലഘട്ടമായപ്പോൾ വകസുറന്നാസു, ജനങ്ങൾ വർദ്ധിച്ചപ്പോൾ അമറ ഉസ്മാൻ ബി അദാനിൻ സാനിൻ, 2ാമത്തെ ബാങ്കിന് ഉസ്മാൻ കൽപ്പിച്ചു. അപ്പോൾ അത് റസൂലിന്റെ കാലത്തില്ല, അബൂബക്കറിന്റെ കാലത്തും ഇല്ല, ഉമർ റളിയല്ലാഹു അൻഹുമ അവരുടെ കാലത്തും ഇല്ല. പിന്നെ ആര് തുടങ്ങി? ഉസ്മാൻ കൽപ്പിച്ചു. അങ്ങനെ ബാങ്ക് കൊടുക്കുകയും ചെയ്തു. ഫസബതൽ അംറു അലാ ദാലിക, അങ്ങനെയാണ് പിന്നെ അതിങ്ങനെ നിലവിൽ വന്നത്. ഇനി കേട്ടോളൂ. ഖാല ശാഫിഈ, ഇമാം ഷാഫി പറയുന്നു, വഖദ് കാന അതാഉൻ, അതാ യുൻകിറു, എതിർക്കാറുണ്ട്, അൻ യകൂന ഉസ്മാനു അഹദസഹു, ഈ ബാങ്ക് തുടങ്ങിയത് ഉസ്മാനാണ്, 2ാം ബാങ്ക് തുടങ്ങിയത് എന്നതിനെ താബിഈയായ അതാ നിഷേധിക്കാറുണ്ട്. കാരണം വയഖൂൽ, അദ്ദേഹം പറയുന്നത് അഹദസഹു മുആവിയ, അത് മുആവിയയാണ് തുടങ്ങിയത്. വല്ലാഹു തആല അഅലം, അല്ലാഹുക്കറിയാം. വ്യത്യാസം വന്നോ? അഭിപ്രായ വ്യത്യാസം വന്നോ? ഉസ്മാന്റെ കാലത്ത് തുടങ്ങിയതാണോ മുആവിയന്റെ കാലത്ത് തുടങ്ങിയതാണോ? അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇനി ശേഷം കേട്ടോളൂ. ഇമാം ഷാഫി ഒന്നുകൂടി പറയാണ്. വഖാല ശാഫിഈ വഅയ്യുഹുമാ കാന, അത് മുആവിയുടെ കാലത്ത് തുടങ്ങിയതാകട്ടെ ഉസ്മാന്റെ കാലത്ത് തുടങ്ങിയതാകട്ടെ, ഫൽ അംറുല്ലദീ അലാ അഹ്ദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ കാലഘട്ടത്തിൽ എന്തൊന്നായിരുന്നു ഉണ്ടായിരുന്നത്, അഹബ്ബു ഇലയ്യ, അതാണ് എനിക്കിഷ്ടം. അതായത് ഒരു ബാങ്ക്. ഇപ്പൊ മനസ്സിലായോ ആരാ റസൂലിന്റെ കൂടെയെന്ന്, ആരാ സ്വഹാബത്തിന്റെ കൂടെയെന്ന്? ഇനി അതിന്റെ അർത്ഥം ഉസ്മാൻ സ്വഹാബത്തിന്റെ മാർഗത്തിന് പുറത്താണെന്നാണോ? അല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. കാരണം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 2ാമത്തെ ആ ബാങ്ക് വിളിച്ചത് പള്ളിയിൽ വെച്ചുകൊണ്ടല്ല. കാരണം അതിന് മാതൃകയല്ല. പിന്നെ അത് എവിടെയാണ് വിളിച്ചത്? 2ാമത്തെ ബാങ്ക് വിളിക്കാനുള്ള കാരണം പറഞ്ഞു. ഫലമ്മാ കസുറന്നാസ്, ജനങ്ങൾ വർദ്ധിച്ചപ്പോ. ഇന്നത്തെ പോലെ അന്ന് മൈക്കല്ല, സൗകര്യങ്ങളില്ല. അപ്പൊ എന്ത് ചെയ്തു? അത് എവിടെയാ അദ്ദേഹം ബാങ്ക് വിളിച്ചത്? അത് വിശദീകരിച്ചു കേട്ടോളൂ. ഫലമ്മാ കാന ഉസ്മാനു വകസുറന്നാസു സാദം നിദാഉ സാലിസ് അല സൗറാ, ഉസ്മാന്റെ കാലഘട്ടമായപ്പോൾ, ആളുകൾ വർദ്ധിച്ചപ്പോൾ സൗറാ എന്ന സ്ഥലത്ത് 2ാമത്തൊരു ബാങ്ക് കൂടി തുടങ്ങി. പള്ളിന്റെ ഉള്ളിലല്ല. എവിടെ നിങ്ങൾക്ക് വകുപ്പില്ല, നിങ്ങൾക്ക് എവിടെയും വകുപ്പില്ല. അത് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി എന്താ സൗറായിൽ തുടങ്ങിയെന്ന ആ സൗറായിനെ കുറിച്ച് പറയുന്നത് കേട്ടോളൂ.
അന്നല്ലദീ സാദ തഅദീന സാലിസ യൗമൽ ജുമുഅത്തി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഹീന കസുറ അഹ്ലുൽ മദീന വലം യകുൻ ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅദ്ദിനുൻ ഗൈറു വാഹിദിൻ വകാന തഅദീന യൗമൽ ജുമുഅത്തി ഹീന യജ്ലിസു ഇമാമു യാനി അൽ മിമ്പറി. റസൂലിന്റെ കാലത്ത് മിമ്പറുമ ഇരുന്നാലുള്ള ഒറ്റ ഭാഗ്യം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് വർദ്ധിപ്പിച്ചത് ഇതിൽ മൂന്നാമത്തെ ബാങ്ക് എന്നാട്ടോ. മൂന്നാമത്തെ ബാങ്ക് എന്ന് പറയാൻ കാരണം പിന്നെ ഇഖാമത്തിനെ കുറിച്ച് കൂടി ഹദീസിൽ അദാൻ എന്നുള്ള പദം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഉൾപ്പെടുത്തിയിട്ടാണ് 3 ബാങ്ക് എന്നുള്ള പദം പ്രയോഗം വന്നത്. എന്നിട്ട് ഈ സൗറാ എന്ന സ്ഥലം എന്താ അതുകൂടി വിശദീകരിക്കുകയാണ്. സുയൂത്തി പറഞ്ഞ തള്ളൂല്ലോ. സൗറ എന്താ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു അടുത്ത ബാങ്ക് തുടങ്ങിയ സ്ഥലം എവിടെയാ? സൗറയിലാണ്. സൗറ എന്താണ്? ഖാല സുയൂത്തി ദാറും ബിസ്സൂഖ്, അത് അങ്ങാടിയിലുള്ള ഒരു വീടായിരുന്നു, അത് ഉസ്മാന്റെ വീടായിരുന്നു എന്ന് വേറെ ചില ചരിത്രകാരന്മാരും പറയുന്നുണ്ട്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അതൊരു ഉയർന്ന പാറ കല്ല് പോലെ പ്രദേശമായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ ചില പണ്ഡിതന്മാരെന്ന് പറഞ്ഞു അതൊരു ബാങ്ക് ആയിരുന്നില്ല, നമസ്കാരത്തെക്കുറിച്ചുള്ള അറിയിപ്പിനൊരു വിളി മാത്രമായിരുന്നു എന്ന് വിശദീകരിച്ച പിൽക്കാലക്കാരുമുണ്ട്. സത്യത്തിൽ ഒരു ബാങ്ക് കൊടുത്താൽ ഓൻ സുന്നത്ത് ജമാഅത്തിന് പുറത്തുപോയി എന്ന് പറയാൻ മാത്രമുള്ളതൊന്നുമില്ല. ഇമാം ഷാഫി പറഞ്ഞ എന്താണ്? എനിക്ക് ഏറ്റവും ഇഷ്ടം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉള്ളതായിരുന്നു എന്നാണ്.